Hello everyone, welcome to Coconut and Spices. ഇന്നത്തെ റെസിപ്പി ചിക്കൻ റോസ്റ്റ് ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെട്ടിനാട് സ്റ്റൈൽ ചിക്കൻ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ ലെഗ്സ് ആണ് എടുത്തിട്ടുള്ളത്. അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൽ ചെറുതായിട്ട് കട്ടിട്ട് കൊടുക്കാം. മസാലകളൊക്കെ നന്നായിട്ട് ഉള്ളിൽ കയറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. അതിലാവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ് ഇട്ട് കൊടുക്കണം. ഇനി മസാലകളൊക്കെ നന്നായിട്ട് കഷ്ണങ്ങളിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു 30 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. ചിക്കൻ മാരിനേറ്റ് ആകുമ്പോഴേക്കും നമുക്ക് അതിനുള്ള മസാല റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 10 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂണ് കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 2 ഗാർലിക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു 2 ടീസ്പൂണ് മല്ലി ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു ടീസ്പൂണ് പെരിഞ്ജീരകം, ഒരു ടീസ്പൂണ് ജീരകവും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് റോസ്റ്റ് ആകുമ്പോൾ നല്ലൊരു മണം വരും. അതുവരെ ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇത് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ഒരു ഗ്രൈൻഡറിലേക്ക് മാറ്റി കൊടുക്കാം. റോസ്റ്റ് ചെയ്ത സ്പൈസസ് ഒക്കെ നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം ഇത് ഗ്രൈൻഡ് ചെയ്തിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇതൊരു 3 ടേബിൾ സ്പൂണോളം വരും മസാല പൊടിച്ചത്. ഇനി നമ്മളൊരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഒലീവ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. എണ്ണ ചൂടായാൽ അതിലേക്ക് ഒരു ഉള്ളി, വലിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്യണം. നന്നായിട്ട് ഉള്ളി നന്നായിട്ട് കളറൊക്കെ മാറുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഉള്ളിയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഉള്ളി ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഉള്ളിയും ജിഞ്ചറും ഗാർലിക്കും ഒക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇനി അതിനെ നമ്മൾ മസാല പൊടിച്ചിട്ടുള്ള അത് സെയിം ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കണം. നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം മാത്രമേ അരക്കാവൂ. ഇനി ആ സെയിം പാനിൽ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വെച്ചിട്ടുള്ള മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് ഒന്നായിട്ട് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഈ ചിക്കൻ പീസസിൽ നന്നായിട്ട് ഈ മസാലകളൊക്കെ നന്നായിട്ട് ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മളൊന്ന് കവർ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കവർ ചെയ്തിട്ട് കുക്ക് ചെയ്യാൻ വെക്കണം. ഇനി ഞാനിവിടെ ഉള്ളിയും ജിഞ്ചറും പേസ്റ്റും അരച്ചെടുത്തിട്ടുണ്ട്. അത് ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം.
പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം. ഇതും കൂടി നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. തണുത്ത വെള്ളം ഒഴിക്കാൻ പാടില്ല. വെള്ളം ചൂടുള്ളതാണെങ്കിലും കുഴപ്പമില്ല, എന്നാലും തണുത്ത വെള്ളം നിങ്ങൾ ഒഴിക്കരുത്. പക്ഷേ ചൂടുവെള്ളം ഒഴിച്ചാലാണ് നല്ലത്. പിന്നെ ഇനി ഇത് കവർ ചെയ്തിട്ട് ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ ഇങ്ങനെ വേവിക്കാൻ വെക്കാം. അപ്പോഴേക്കും ചിക്കൻ പീസസ് റെഡി ആയിട്ടുണ്ടാവും. നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് കുറച്ച് സമയം കൂടി എടുക്കുമായിരിക്കും കുക്കാവാൻ. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് ഇട്ടിട്ട് നിങ്ങൾക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു. ബൈ.